പിന്നെന്താ, ഹാപ്പിയല്ലാതെ ഇത്രയും നല്ലൊരു വിജയം ജനം സമ്മാനിച്ചപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ആലപ്പുഴയിലെ ജനങ്ങളോടും പ്രത്യേക സന്തോഷമുണ്ട്. അതിന്റെ പ്രൊസീജിയറിലോട്ട് നമ്മൾ പാർട്ടി കടക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാവും. ഒരിക്കലുമില്ല. അല്ല, ബംഗാളിലെയും ആസാമിലെയും വിജയം എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് കാണാൻ കഴിയില്ല. ആസാമിലെ നിയോജക മണ്ഡലങ്ങൾ വെട്ടിമുറിച്ച് ആ ഡീലിമിറ്റേഷൻ നടത്തിയ രീതി കണ്ടാൽ അറിയാം അവിടെ വേറൊരു പ്രതിപക്ഷ പാർട്ടികൾക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിലല്ല. ഇതുതന്നെയായിരുന്നു ഇന്ത്യാ തലത്തിൽ അവർ നടത്താൻ ഉദ്ദേശിച്ചത്, ദേശീയ തലത്തിൽ. അതിനുവേണ്ടിയാണ് ആ ബില്ല് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തത്. ഇത് എല്ലാ കാലത്തും ജയിക്കാൻ പോകുന്ന കാര്യമല്ല. ശക്തമായിട്ടും ഇന്ത്യ മുന്നണി സഖ്യം ശക്തമായിട്ട് മുന്നോട്ട് പോകും. അല്ലല്ല, തമിഴ്നാട്ടിൽ ഇതിങ്ങനെയല്ലേ മുമ്പും വന്നിട്ടുണ്ടല്ലോ. തമിഴ്നാട്ടിൽ മുൻപും ഇങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജനവിധിയെ നമ്മൾ മാനിക്കണം എങ്ങനെ വന്നാലും. അല്ല, പാർട്ടി എന്ത് ചെയ്യണമെന്നുള്ള നിലപാടുകൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും, ഇന്നും നാളെയൊക്കെ ആയിട്ട്. പാർട്ടിയുടെ മുന്നിൽ എന്താണ് വഴി എന്നുള്ള കാര്യം തീരുമാനിക്കും. ഞങ്ങൾക്കൊരു മുന്നണിയിലാണ് മത്സരിച്ചത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കുന്നു. അവരിതുവരെ ഇനിയെങ്കിലും അവർ പാഠം പഠിച്ചാൽ അത് നല്ലത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളുമാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ ചെയ്തത്. ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ ധിക്കാരപരമായ നടപടികളുമാണ് അവർ സ്വീകരിച്ചത്. അതിന്റെ മറുപടിയാണ് ജനം കൊടുത്തത്. നമ്മൾ കണ്ടതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് ഫലത്തിനും ഓരോ മെസ്സേജ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത ഓരോ സ്ഥലത്തുമുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ ആയാലും അമ്പലപ്പുഴയുടെ ആയാലും ഓരോ തെരഞ്ഞെടുപ്പ് ഫലത്തിനും കായംകുളത്തതായാലും എല്ലാം മെസ്സേജുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പോക്ക് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി ആ പോക്ക് തിരുത്താനുള്ള തയ്യാറെടുപ്പാണ് നടത്തേണ്ടത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ. അത് ഞാൻ മത്സരിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. ഇത് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മെസ്സേജിങ് എന്താണ്? വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ജാതിയും മതവുമല്ല, മറിച്ച് സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞതാണ്. അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് വന്ന് കണ്ടില്ല. ഇപ്പം വാമനപുരത്ത് സുധീർ ഷായുടെ വിജയം ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞെന്താണ്? സുധീർ ഷായെക്കുറിച്ച് വളരെ മോശമായ കമന്റ്. അയാളെ ജനം ജയിപ്പിച്ച എത്ര വോട്ടിനാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമാണോ അദ്ദേഹത്തെ ജയിപ്പിച്ചത്? അല്ല. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ വലിയ പ്രചരണമായിരുന്നു. അവിടെ ജയിപ്പിച്ചതാരാ? ക്രൈസ്തവ സഹോദരന്മാരിലെ ഒന്നിച്ചിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. മറ്റേത് ഹിന്ദു സഹോദരന്മാരിലെ ഒന്നിച്ചൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു. മലപ്പുറത്തെ തവനൂരിലെ ജോയിയെ നിങ്ങൾ നോക്കുക. തവനൂരിൽ ജോയിയുടെ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരുണ്ട്? പക്ഷെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ജോയിയെ മലപ്പുറത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു. ഇത് കാണിക്കുന്ന സന്ദേശം എന്താണ്? ഈ സന്ദേശമാണ് കേരളത്തിലെ നന്മയുടെ സന്ദേശം. വിഭജിച്ച് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനം അവരുടെ കൂടെ ഇല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഇനിയെങ്കിലും അത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കുക. അല്ല, അത് തന്നെയാണല്ലോ അദ്ദേഹം ഇപ്പോഴും LDFന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. LDF ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? ഇന്നലെ വരെ അതാ ഞാൻ കണ്ടത്, മിനിഞ്ഞാന്ന് വരെ. അപ്പൊ LDFന്റെ ഭാഷ്യമാണിത്. വർഗീയത ഉണ്ടാക്കുക, എന്നിട്ടെങ്കിലും ജയിപ്പിക്കാൻ പറ്റൂ. അതേ ഭാഷ്യം തന്നെയാണ് പറയുന്നത്. ആ ഭാഷ്യത്തെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് ജനങ്ങൾ ഇതിനൊന്നും പിന്നാലെ പോവില്ല. ഏതെങ്കിലും സമയത്ത് ആരുടെയെങ്കിലും വർഗീയ ശ്രമത്തിന് പിന്നാലെ പോകുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് നന്നായിട്ട് സ്ഥാനാർത്ഥികളെയും മുന്നണികളെയൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്.